കോഴിക്കോട് ജില്ലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നു. ഈ വർഷം ഇതുവരെ 716 കേസുകളിലായി 819 പേരെയാണ് പിടിയിലായത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ലഹരി മാഫിയ പിടിമുറുകുമ്പോൾ ആശങ്കയിലാണ് ജനങ്ങൾ. 2025 ഇതുവരെയായി സിറ്റി പോലീസ് പരിധിയിൽ 596 കേസുകളും റൂറൽ പോലീസ് പരിധിയിൽ 223 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. 819 പേരാണ് പിടിയിലായത്. കഞ്ചാവ് 58.1 കിലോഗ്രാം, MDMA 1.88 കിലോഗ്രാം, ഹൈബ്രിഡ് കഞ്ചാവ് 56.66 ഗ്രാം എന്നിങ്ങനെയാണ് സിറ്റി പോലീസ് പിടികൂടിയ ലഹരിയുടെ കണക്ക്. കഞ്ചാവ് 5 കിലോഗ്രാം, MDMA 3.7 കിലോഗ്രാം, സിന്തറ്റിക് ഡ്രഗ്സ് 17.30 ഗ്രാം എന്നിവയാണ് റൂറൽ പോലീസ് പുറത്തുവിട്ട കണക്കുകൾ. 17നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ് ലഹരി വിൽപ്പനയിൽ പിടിയിലായവരിൽ അധികവും. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ലഹരി നഗരത്തിലേക്ക് എത്തുന്നതെന്ന് പോലീസും ഡാൻസാഫും കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന തുടരുമെന്നും ലഹരിക്കെതിരെ സാമൂഹിക കൂട്ടായ്മ അനിവാര്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. അപ്പോൾ നമുക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനം കേവലം ലഹരി വിരുദ്ധ പ്രവർത്തനമായി കാണാതെ നമ്മൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യത്തെ, നമ്മുടെ മുൻഗാമികൾ നേടുന്ന സ്വാതന്ത്ര്യത്തെ 1947 മുമ്പ് ജനിക്കപ്പെടാതെ പോയതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മൾ നേടാക്കണം. ഇവിടെ ശക്തമായ നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചെറുക്കാൻ പറ്റും. കാരണം ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. ഇവിടെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ലഹരി നമ്മുടെ കോവിഡ് വന്നപ്പോൾ നമ്മൾ കൂട്ടായ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രളയം വന്നപ്പോൾ നമ്മൾ കൂട്ടായ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടായ്മയുള്ള പ്രവർത്തനം നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇതിനെ നമുക്ക് തുടച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. ഞങ്ങളൊരു ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓപ്പറേഷൻ ഡി-ഹഡ് എന്ന പേരിൽ ഡാൻസാഫിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ സ്ത്രീയടക്കം നിരവധി പേരാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് ലഹരി വിഴുങ്ങിയ കോടഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എക്സൈസ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ക്ലീൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡ്രൈവിലും നിരവധി പേർ പിടിയിലായിട്ടുണ്ട്. ലഹരി ഉപയോഗവും ഇടപാടുമായും ബന്ധപ്പെട്ട് വ്യാപകമായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ജനം, കോഴിക്കോട്.